വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ഉന്നതത്തിൽ നിന്ന് വരുന്നവർ എല്ലാവർക്കും ഉപരിയാണ്. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്. അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്. അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിന് മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവനിൽ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. ഈശോയെക്കുറിച്ചുള്ള രഹസ്യം അവിടുന്ന് മനസ്സിലാക്കി തരുവാൻ ശ്രമിക്കുകയാണ്. ഈശോയുമായി തുലനം ചെയ്താൽ സ്നാപകൻ ഒരു ഇഹലോക സാക്ഷി മാത്രമാണ്. തന്നിൽ എത്തിച്ചേർന്ന വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ സ്നാപകൻ സാക്ഷ്യം നൽകുന്നു. മിശിഹായാകട്ടെ സ്വർഗത്തിൽ താൻ നേരിൽ കണ്ടിട്ടുള്ളവയെ പറ്റിയാണ് സാക്ഷ്യം നൽകുക. ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറന്നുകൊണ്ട് കൃപയുടെ നീർച്ചാലുകൾ ഹൃദയങ്ങളിലേക്ക് ഒഴുക്കുവാൻ അവിടുന്ന് മനുഷ്യമക്കളെ മാടി വിളിക്കുകയാണ്. പക്ഷേ തൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല എന്ന സങ്കടം പങ്കുവെക്കുമ്പോൾ തന്നെ അവ സ്വീകരിച്ചാൽ ലഭ്യമാകുന്ന അനന്ത സാധ്യതകൾ വ്യക്തമാക്കുന്നു. അവിടുത്തെ സാക്ഷ്യം സ്വീകരിക്കുന്നവർ ദൈവം സത്യവാനാണെന്ന് അംഗീകരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ തികവുള്ള ഈശോ അത് മറ്റുള്ളവർക്ക് സമൃദ്ധമായി നൽകുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ നിത്യജീവൻ പ്രാപിക്കുന്നു. വിശ്വസിക്കാതെ പോയാലോ അത് നിത്യമരണത്തിന് കാരണമാകുന്നു. ഉന്നതത്തിൽ നിന്നുള്ളവനായ എല്ലാവർക്കും ഉപരിയായ പിതാവിനെ പറ്റിയും സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ചും സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമാക്കി തരുന്ന ഈശോയെ അനുസരിക്കുവാൻ, അതായത് വചനാനുസൃതം ജീവിക്കുവാൻ അവിടുന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തവരെന്ന് അഭിമാനിക്കുന്ന ഓരോ സിസ്റ്ററിനും കടപ്പാടുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ലെന്നും ദൈവകോപം അവൻ്റെ മേലുണ്ടെന്നും അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും നോക്കി ശക്തമായും വ്യക്തമായും കൃത്യമായി പറയുമ്പോൾ നാം ആത്മശോധന ചെയ്യണം. ഒരു നിസ്സാര കാര്യം പോലും ഉപേക്ഷിച്ച് കളയുവാൻ ദൈവം അനുവാദം തരാതിരിക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ അനുഭാവം കാണിക്കുന്നുണ്ടോ? ദൈവവചനം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും പാലിക്കുകയും ചെയ്തുകൊണ്ട് ഈ ജീവിതയാത്ര ഏറ്റവും അനുഗ്രഹീതമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.